നമസ്കാരം, ഞാൻ ഡോക്ടർ വിശാഖ്, ലേഖ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ അടുത്ത് ഈ കോട്ടറൈസേഷനൊക്കെ, നമ്മുടെ വാർഡ്സിന്റെ കോട്ടറൈസേഷനൊക്കെ പേഷ്യൻസ് വരുമ്പോൾ മിക്കവാറും ഉള്ള ആൾക്കാർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിന് വരുമോ ഡോക്ടറെ, ഇതിന് വേറെ സ്ഥലത്ത് വരുമോ, പഠന സാധ്യതയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറ്. അപ്പൊ ഇതില് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി കൂടെയാണ്. നമ്മുടെ വാർഡ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് നമ്മൾ പറയും, HPV വൈറസ് എന്ന് പറയും. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ ഒരു വീടാണ് ഒരു വാർഡ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളിത് സ്പ്രെഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് സ്പ്രെഡ് ചെയ്യും. അതിന് ഡയറക്റ്റ് ആയിട്ടുള്ള സ്കിൻ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്കിന്നിന്റെ കോണ്ടാക്റ്റോ വഴി ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, HPV എന്ന് പറയുന്ന ഒരു വൈറസിന്റെ വീടാണ്. അപ്പോൾ പൂമ്പൊടി പോലെ എന്ന് വിചാരിച്ചോണ്ടാൽ മതി. പൂമ്പൊടി നിറച്ച ഒരു ബബിൾ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ അതിൽ സ്കിന്ന് കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അതല്ല എന്തെങ്കിലും ഓബ്ജക്ട് എന്തെങ്കിലും കൊണ്ട് അതിൽ ഇങ്ങനെ റബ് ചെയ്ത് പോയിരുന്നാലും അതിൽ ഈ പൂമ്പൊടി എന്താണോ റബ് ചെയ്യപ്പെടുന്നത് അതിലേക്ക് കുറെ ആവുമല്ലോ. അതുപോലെ ഈ വൈറസ് സ്കിൻ ടു സ്കിൻ ആണെങ്കിലോ അല്ലെങ്കിൽ സ്കിൻ ടു വേറെ എന്തെങ്കിലും ഓബ്ജക്ട് ആണെങ്കിലോ ആവാനുള്ള സാധ്യതകളുണ്ട്. ഇത് മറ്റൊരാളുടെ സ്കിന്നില് അവിടെ കുറച്ച് വീക്ക് പോയിന്റ്സ് ഒക്കെ ഉണ്ട്, സ്കിന്നിന് കുറച്ച് ക്രാക്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ സ്കിന്നിന് ഇത്ര ആരോഗ്യം ഒന്നും ഇല്ല എങ്കിൽ അവിടെ ഇത് പതുക്കെ ഒരു വീടൊക്കെ വെച്ച് അവിടെയും ഒരു വാർട്ട് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പം ഇത് പടരാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഈ കഴുത്തിലൊക്കെ വരുവാണ്, അല്ലെങ്കിൽ വേറെ പൊഴുകി വരുന്ന ഭാഗത്തൊക്കെയാണ് നമ്മൾ അതിന്റെ മേലിൽ കൂടെ മാല അങ്ങനെയുള്ള ഓർണമെന്റ്സ് ഒക്കെ ഇട്ടേക്കുവാണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് റബ് ചെയ്യപ്പെടുന്ന ഡ്രസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ താഴെയും മേളിലുമായിട്ടൊക്കെ വീണ്ടും വാർഡ്സ് വരാനുള്ള സാധ്യതകൾ ഉണ്ടാവും. ഇനി അടുത്ത കാര്യം, ഇത് കരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ കോട്ടറൈസ് ചെയ്ത് കളയും. ഈ കരിക്കുന്ന സമയത്ത് ഇത് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മളൊരു വീട് പൊളിക്കുന്നത് പോലെ തന്നെയാണ്. നമ്മൾ ഒരു വാർഡ് കരിക്കുമ്പോഴത്തേക്ക് ഈ HPVയുടെ ഒരു വീട് നമ്മൾ പൊളിക്കുവാണ്. അപ്പൊ നമ്മൾ അതിനെ കരിച്ച് മാക്സിമം നമ്മൾ എടുക്കും. പക്ഷെ എന്നിരുന്നാലും സ്കിന്നിൽ നമ്മൾ ഒരു പരിധി കൂടുതൽ കോട്ടറൈസ് ചെയ്യുമ്പോൾ അവിടെ പാട് വീഴാനൊക്കെ സാധ്യത ഉണ്ടാവും. അത് ഒഴിവാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ കോട്ടറൈസേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ബേസ് കരിച്ചെടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. ആ ബേസിൽ കരിച്ചെടുക്കുന്നതിന്റെ അകത്ത് മാക്സിമം എത്രത്തോളം നമുക്ക് ഇതിന്റെ കോളനിയെ നശിപ്പിക്കാൻ പറ്റും, HPVയുടെ കോളനിയെ നശിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ നശിപ്പിക്കും. പക്ഷെ എന്നിരുന്നാലും 1%, 2% അല്ലെങ്കിൽ 5% സാധ്യതകൾ ഉണ്ടാവും ഈ വൈറസിന്റെ ബാക്കി അതിന്റെ ബേസിൽ കാണാൻ. പക്ഷെ അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അവിടെ വൈറസ് ഉണ്ടെങ്കിൽ വീണ്ടും അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഒക്കെ ഒന്ന് കോട്ടറൈസ് ചെയ്ത് കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ. 1-2 വട്ടം കൂടെ കോട്ടറൈസ് ചെയ്ത് കൊടുക്കണമെന്നുള്ളതേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഒരിക്കലും അത് ചികിത്സയുടെ പിഴവല്ല. അത് ഒരു വട്ടം കോട്ടറൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ വരുന്നത്, കാരണം ഡോക്ടേഴ്സ് മാക്സിമം അത് ട്രൈ ചെയ്യും അതിന്റെ ബേസ് കരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൽ കൂടുതൽ കരിക്കുകയാണെങ്കിൽ നമ്മൾ സ്കിന്നിൽ പെർമനന്റ് ആയിട്ടുള്ള പാടൊക്കെ വീടും. അപ്പോൾ അവിടെ HPV പിന്നെയും ചിലപ്പോൾ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഡെവലപ്പ് ചെയ്ത് പുറത്തോട്ട് വന്നില്ലായിരിക്കും, പക്ഷെ സ്കിന്നിലൊക്കെ ഇതിന്റെ HPVയുടെ സ്പോർട്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു പുതിയ വാർഡ്സ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം 100% എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. പക്ഷെ ഒരു 1-2 സിറ്റിങ്ങിലൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും. പിന്നെ നമുക്ക് വലിയ പഴക്കമൊന്നും ഉള്ളതല്ല, വലിയ ബേസ് ഒന്നും ഉള്ള വാർഡ്സ് അല്ല എങ്കിൽ ഏകദേശം 100% തന്നെ കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വരാതിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിൽ ഒന്ന് തന്നെയാണ് കോട്ടറൈസേഷൻ. നമ്മൾ മരുന്ന് വെച്ച് കുറയ്ക്കുന്നതിനേക്കാളും കോട്ടറൈസേഷൻ കുറച്ചുകൂടെ സ്പീഡി ആക്ഷനുമാണ്, കുറേയും കൂടെ ബൾക്കായിട്ട് ഇതിന്റെ കോളനിയെ അത് നശിപ്പിക്കുകയും ചെയ്യും. അപ്പം ഇത് പകരുന്നതുമാണ്. അതുപോലെ തന്നെ കോട്ടറൈസേഷൻ ചെയ്യുമ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു ശതമാനം ഉണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും ആണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സംശയങ്ങൾ ഏകദേശം മാറി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.